ഹായ്, എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹെയർ ക്ലിപ്പൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. നമുക്കായാലും കുട്ടികൾക്കായാലും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അലിഗേറ്റർ ക്ലിപ്പ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അലിഗേറ്റർ ക്ലിപ്പ് ചെയ്യാൻ നോക്കിയാലോ? അപ്പോൾ അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് കട്ട് ബീഡ്സ് ആണ്. കട്ട് ബീഡ്സ് നമുക്ക് പല സൈസിലുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഫ്ലവറിന് സ്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഹാഫ് കട്ട് ബീഡ്സ് ഇല്ല, ഒരു ബീഡ്സ് ആണുള്ളെങ്കിൽ ബീഡ്സ് ആയാലും മതി. ഞാൻ എടുത്തിട്ടുള്ളത് അലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്, നമുക്ക് കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്, ഫ്ലവർ എടുത്തിട്ടുണ്ട്, വെൽവെറ്റ് ഫ്ലവർ. അപ്പോൾ ഇത് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് അലിഗേറ്റർ ക്ലിപ്പ് എടുക്കുക, അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ആദ്യം ഒരു സാറ്റിൻ ഫ്ലവർ വയ്ക്കുന്നുണ്ട്, വെൽവെറ്റ് ഫ്ലവർ വയ്ക്കുന്നുണ്ട്. വെൽവെറ്റ് ഫ്ലവർ വയ്ക്കുക, അതിനടുത്തേക്ക് ഒരു കട്ട് ബീഡ്സ്. ഈ കട്ട് ബീഡ്സിന് വരെ വേറെ എന്തെങ്കിലും പാച്ചസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഈ സ്റ്റോണുള്ള പാച്ചസുകൾ അവൈലബിൾ ആണ്, അതൊക്കെ നിങ്ങൾക്ക് കൊടുത്ത് ചെയ്യാം. അതൊക്കെ കുറച്ചുകൂടെ മനോഹരമായിരിക്കും. എൻ്റെ കയ്യിലുള്ളത് വെച്ച് വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്, അതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. അത് തന്നെ അടുത്ത് വീണ്ടും വയ്ക്കുക, ഫ്ലവറും വയ്ക്കുക. അപ്പോഴേക്കും ഇത് മാത്രമായിട്ട് നമുക്ക് അലിഗേറ്റർ ക്ലിപ്പായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഹെയറിലൊക്കെ നമുക്ക് വയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി ഹാങ്ങിങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. എപ്പോഴും ഹാങ്ങിങ്സ് അങ്ങനെയുള്ളതൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ ഒരു ഹെയർ ക്ലിപ്പ് നമ്മുടെ ഹെയറിൽ വെച്ച് കഴിഞ്ഞാൽ അത് വളരെ എലഗൻ്റായിട്ട് കാണും. അപ്പോൾ ഒരു ചെറിയ ബീഡ് എടുത്തു, ബീഡിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തു. നമ്മൾ എടുക്കുന്ന സ്റ്റോൺ ചെയിന് ഒരേ ലെങ്തിൽ, നമുക്ക് എത്ര പീസ് വേണോ അത്രയും ഒരേ ലെങ്തിൽ കട്ട് ചെയ്തെടുക്കുക. ഞാൻ 4 പീസ് എടുത്ത് 4 ഒരേ ലെങ്തിൽ കട്ട് ചെയ്തെടുത്തു കേട്ടോ. അതിന് സ്യൂട്ടായിട്ടുള്ള ഒരു ബീഡ്സും കൂടെ താഴെ കൊടുത്ത് അറ്റാച്ച് ചെയ്തു. നമ്മൾ ആ കോർക്കുന്ന ഒരു ഹോള് കാണത്തില്ലേ, ആ ഹോളിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മളെടുക്കുന്ന നമ്മുടെ സ്റ്റോൺ ചെയിൻ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അവിടെ അങ്ങ് ഫിക്സ് ആവും. പിന്നെ നമ്മുടെ കയ്യിൽ ഗ്ലൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പിടിക്കുമ്പോഴൊക്കെ ഇളകി വരുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളതിനൊന്ന് റബ്ബ് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമ്മളതിലേക്ക് പിടിക്കുക. അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ ഇളകി വന്നുകൊണ്ടിരിക്കും. കാരണം പിന്നെ വേറൊരു കാര്യം, ഇങ്ങനെയുള്ള ഇതൊക്കെ അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ ഒക്കെ കാണിക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ നന്നായിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്, ഞങ്ങളൊക്കെ പിടിക്കുമ്പോൾ അതിങ്ങനെ ഇളകി വരുന്നത്. അല്ല, ഞങ്ങൾ ചെയ്യുമ്പോഴും അതുപോലെ വരാറുണ്ട് കേട്ടോ. ഇത് വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടാണ് ഇടുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്കത് അറിയാൻ പറ്റുക. ചിലപ്പോൾ നമുക്കും അങ്ങനെ പറ്റാറുണ്ട് കേട്ടോ. അതറിയാനുള്ളത് കൊണ്ടാണ് പറയുന്നത്. അപ്പം നമ്മളെ കയ്യിൽ ഗ്ലൂ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റബ്ബ് ചെയ്തിട്ട് ചെയ്യുക. അതിനുശേഷം 2 സെക്കൻഡ് വെച്ചിരുന്നാൽ മതി, അതങ്ങ് എല്ലാം ഡ്രൈ ആയിക്കോളും. ഡ്രൈ ആയതിന് ശേഷം ഇതുപോലെ അതിൻ്റെ ഒരു ഗ്യാപ്പിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ എഡ്ജിൽ നമ്മളത് ഫിക്സ് ചെയ്യില്ലേ, എഡ്ജിലേക്ക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ഇളകി വരും കേട്ടോ. നമ്മൾ ഈ ഹാങ്ങിങ്സ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് മേളിലേക്ക് ഒരു സ്റ്റോൺ അവിടെ ഇരിക്കത്തക്ക രീതിയിൽ ആ ഒരു ഗ്യാപ്പിൽ അതിനൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം ഈ ഫ്ലവറും ഹാഫ് കട്ട് ബീഡ്സിൽ വയ്ക്കുന്നത് അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവും. ഞാൻ 4 mm ഇതാണ് എടുത്തിരിക്കുന്നത്, അലിഗേറ്റർ ക്ലിപ്പാണ്. 3.5 ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സ്പേസ് കുറവായിരിക്കും. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ അതും കൂടെ ശ്രദ്ധിച്ച് ചെയ്യുക. അതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ ഗ്യാപ്പിലേക്ക് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. നോക്കി ഫിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അതങ്ങ് ഇരുന്നോളും കേട്ടോ. കാരണം ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അവിടെ ഫിക്സ് ആയിരുന്നോളും. പിന്നെ നമ്മുടെ കൈ നമ്മളിങ്ങനെ ഫിക്സ് ചെയ്യുമ്പോൾ കൈ അവിടെ പ്രസ് ചെയ്യാതെ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ളത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അത് എന്താ പറയുക, നല്ല നീറ്റായിട്ട്. കാരണം നമ്മൾ വെക്കുമ്പോൾ അത് ചിലപ്പം സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണമെന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു ഇതൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് നമ്മളൊന്ന് എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ളതോ എന്തെങ്കിലും ഒരു നീഡോ അല്ലെങ്കിൽ ഒരു ഈർക്കിലായാലും മതി, നമ്മളൊരു ഈർക്കിൽ ഒടിച്ചെടുത്തിട്ട് അവിടെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ സേഫ്റ്റി പിന്നോ വെച്ചിട്ട് ഇതുപോലെ. ഞാൻ ഗ്ലൂവിൻ്റെ ആ എഡ്ജ് വെച്ചിട്ടാണ് ചെയ്യാറ്. ഇതുപോലെ ചെയ്യുമ്പോൾ നല്ല അറേഞ്ച് ആയിരിക്കും. ഇത് ചെയ്യാനൊന്നും ഒത്തിരി സമയം വേണ്ട, നമ്മുടെ കയ്യിൽ ഒത്തിരി എക്സസറീസ് ഒന്നും ആവശ്യവുമില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും വെക്കാൻ പറ്റും. നോക്കി, എനിക്ക് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഇതിനി സാറ്റിൻ ഫ്ലവറിലും ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഫ്ലവറില്ല, സാറ്റിൻ ഫ്ലവർ ആണെങ്കിൽ അതും വെച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളതൊക്കെ വെച്ചിട്ട് ചെയ്ത് നോക്കാം നമുക്ക്. വളരെ സിമ്പിളായിട്ട് ചെയ്യാം, വളരെ ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.